പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾഡ് വിഞ്ചസ്റ്റർ ഹില്ലിൽ പോകാൻ പ്ലാൻ ചെയ്തപ്പം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഭംഗിയായിരുന്നു സ്ഥലം കാണാൻ. ഞങ്ങൾ വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പം നമ്മുടെ ഓഫീസിലൊരു ചേച്ചിയാണ് ഇത് സജസ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഉള്ളായിരുന്നു ആ ഒരു പ്ലേസിൽ. കാര്യം കാലാവസ്ഥ അത്ര നന്നായിരുന്നില്ല. അത്യാവശ്യം നല്ല വിജനമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ചെറുതായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ഭയങ്കര അങ്ങ് നമുക്ക് കണ്ണെത്താ ദൂരം വരെയും അങ്ങ് മലകളും എന്നാൽ മരങ്ങളൊന്നും ഇല്ല. നല്ല ഭംഗിയുള്ള സ്ഥലം. പിന്നെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ വഴിയൊക്കെ വെട്ടിയിട്ടാണ് ഞങ്ങൾ അതിനകത്ത് കയറിയത്. എന്നുവെച്ചാൽ ഭംഗി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ കിടക്കുകയാണ് ഒരു മലമ്പ്രദേശം. ചെറിയ ചെറിയ മലകളും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലങ്ങൾ. പിന്നെ നമുക്ക് കുറേ ഇതിനകത്ത് തന്നെ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട്. ആ ഒരു പ്ലേസ് വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഇതിപ്പം ഞങ്ങൾ നടന്നിട്ട് ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയൊരു കുന്നുണ്ട്, അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ളൊരു തറപ്പാടിലാണ് ഞങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. എനിക്കൊന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണോ നമുക്കറിയില്ല. ഇതൊരു ഹിഡൻ പ്ലേസ് ആണ്. നമ്മളൊരു മരത്തിൻ്റെ അകത്തൂടെ കയറിയിട്ടൊരു ചെറിയ വഴിക്കൂടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കുനിഞ്ഞിട്ടൊക്കെ അതിനകത്തോട്ട് കയറുന്നത്. പക്ഷേ അത്ര ക്ലൈമറ്റ് നന്നായിരുന്നില്ല. കാര്യം മൊത്തം ചെളിയായിരുന്നു. അതിനകത്തൂടെ കയറിയിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഫുൾ മരങ്ങൾ കൊണ്ട് കവറായിട്ട് ഒരു കുടിലിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുന്നൊരു ഫീലായിരുന്നു. മീൻസ് നമ്മളൊരു കുഞ്ഞ് കുടിലിൻ്റെ അകത്ത് കയറിയാൽ എങ്ങനെ ഇരിക്കും, ലൈക്ക് അതുപോലെയായിരുന്നു. മീൻസ് മരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് മുകളിലൊരു ഒരു കൂടാരം പോലെ. നമുക്കിതിനകത്ത് ഓടിച്ചാടിക്കും കളിക്കാം. ഒരു ലൈക്ക് വീട് പോലെ, ഒരു കുടിൽ പോലെ. പക്ഷേ നമുക്ക് മരങ്ങളിലൊന്നും തൊടാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഫുൾ ചെളിയും, നന്നായിട്ട് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഭയങ്കരമായിട്ട് തെന്നുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയും പെയ്തു. എന്നാലും ഞങ്ങൾ ക്ലൈമറ്റ് മോശമായിട്ട് കൂടി ഞങ്ങൾ അത്യാവശ്യം എൻജോയ് ചെയ്തു ആ ഒരു പ്ലേസ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. ഈവൻ നമ്മളൊരു സമ്മർ സീസണാണ് പോരുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചിലപ്പം പൂക്കളും ഇതെല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കും. നമുക്കിതിനകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അതിനകത്തിരുന്ന് കഴിക്കാനൊക്കെ പറ്റും. നല്ലൊരു പ്ലേസായിരുന്നു അത്. എനിക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളുമൊക്കെ പിഴുതൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഞങ്ങൾ കുറേ കറങ്ങി. പിന്നെ നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ കറങ്ങി ഞങ്ങൾ പുതിയൊരു വഴി വെട്ടിയാണ് ഞങ്ങൾ പുറത്ത് ചാടിയത് ഇതിനകത്തു നിന്ന്. പിന്നെ ഞങ്ങൾ കുറേ നമുക്ക് നടക്കാം കേട്ടോ, കുറേ നടക്കാൻ പറ്റും നമുക്ക്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം കണ്ടാലും തീരാത്തത്ര സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്കൊന്ന് ഇതിനകത്ത് ശരിക്കും ടൂറിസ്റ്റുകളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പക്ഷെ ഇതിനകത്ത് പറയേണ്ടതൊക്കെ ഒരു കാര്യം, ഇതിനകത്ത് ഒട്ടും പ്ലാസ്റ്റിക്കുകളൊന്നും അധികം കിടപ്പില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ബീച്ചിലോ ഒക്കെ ചെല്ലാമെങ്കിൽ ശരിക്കും പ്ലാസ്റ്റിക്കും വേസ്റ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിനകത്തു നിന്നൊക്കെ ഇറങ്ങി. ഞങ്ങളിനി സമ്മറിൽ വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി പിന്നെ അടുത്ത സ്പോട്ടിലോട്ടുള്ള നടത്തയായി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടയേർഡായി. കാര്യം നമുക്ക് മഴ പെയ്തു, ഫുൾ ചെളിയായതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നന്നായിട്ട് നമ്മൾ തെന്നി വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ടുള്ള നടന്ന് മഴയൊക്കെ ഞങ്ങളങ്ങ് ചതിച്ചു. കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ ചെന്നു. അത് കഴിഞ്ഞപ്പം ഭയങ്കര ഭംഗി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ വാഗമണ്ണൊക്കെ പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. വാഗമണ്ണ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല എങ്കിൽ തന്നെയും എന്ന് വെച്ചാൽ ഭയങ്കര വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണത്. മലയും കുന്നും, ഇതിനകത്തൊന്നും മരംകാലൊന്നും വലുതായിട്ടില്ല. നമ്മൾ ആ ഒരു സ്പോട്ടിൽ ചെന്ന് നോക്കാമെങ്കിൽ അങ്ങ് താഴോട്ട് നോക്കാമെങ്കിൽ മലകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അവിടെ ഒന്നും വീടുകളില്ല. എനിക്കൊന്ന് പിന്നെ ഇവിടെ ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ ഫാമും പിന്നെ കൃഷിയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു, ഇവിടെ ഈ ചെമ്മരിയാടും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വിടാറുണ്ടെന്ന് അവർ. ഇതാണ് പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ കാണാമെന്നൊക്കെ കരുതി ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും കണ്ടില്ല. കാര്യം മഴയും കൂടെയൊക്കെ പെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കേണ്ടി വന്നു. പക്ഷെ പോയിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. UK വന്നിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല.
പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈവൻ നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ ഇത്രയൊന്നും നമുക്ക് ഇത്ര ഡീപ്പായിട്ടൊക്കെ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ചെറിയൊരു പ്ലേസ് ആണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഒരു വാവ് ഫീൽ ഉണ്ടായിരുന്നു പോയിട്ട് തിരിച്ചു വന്നപ്പം. അങ്ങനെ മഴ ചതിച്ചത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. വീട് പിടിക്കാനുള്ള തത്രപ്പാടിലായി.